ഞാൻ അവരെ സ്തുതിക്കുക. അവര് ഉണ്ടായ കാരണം ഞാൻ ഇത് വെച്ചിട്ട് എനിക്ക് ഇത്രയും പൈസ കിട്ടണം, അല്ലെങ്കിൽ ആരെങ്കിലും വാരിക്കൊണ്ട് പോകുന്ന കുറച്ചെല്ലാം കറക്റ്റ്. അവരെന്തായാലും വന്നത് ചേട്ടൻ അനുഗ്രഹമായി. പിന്നെ അവരെ ഞാൻ സ്തുതിക്കപ്പേ. RDO ഓഫീസില്, പിന്നെ കളക്ടർ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ഹെൽത്ത് സെന്റർ, MLA, പിന്നെ മുഖ്യമന്ത്രി എല്ലാം അടുത്തും പേപ്പർ കൊടുത്ത് എന്തോ പരാതി കൊടുത്തു. നമ്മുടെ ഫാമിലി വൃത്തിയില്ല, മെനയില്ല, അവർക്ക് കുടിക്കുന്ന വെള്ളത്തിന് ഇതുണ്ട്. നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഒരു ചാണകം കാരണം പൂട്ടേണ്ട ഒരു അവസ്ഥയിലെത്തിയ ഒരു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇന്ന് ഈ ഒരു ചാണകത്തിൽ നിന്ന് മാസം നല്ലൊരു വരുമാനവും ഈ ഒരു ഫാമിന്റെ ഉടമ നേടുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ഉമ്മറക്കെ പറ്റിയാണ് പറയുന്നത്. പല പരാതികൾ കാരണം സ്മെല്ല് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൊല്യൂഷനിലൊക്കെ പോയിട്ട് പല തവണ ഇൻസ്പെക്ഷൻ ഒക്കെ ആൾക്കാർ വന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു സമയത്ത് ചാണകം അല്ലെന്നുണ്ടെങ്കിൽ ഗോമൂത്രം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പരിസരവാസികൾ തന്നെ കംപ്ലൈന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം അത് നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥയിലെത്തി. അന്നേരമാണ് ഈ ഒരു ചാണകത്തിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്ന രീതി, അല്ലെ ചാണകത്തിനെ നമ്മൾ വേറെ രീതിയിൽ ഒരു പൗഡറാക്കി മാറ്റി കഴിഞ്ഞാൽ ഈ സ്മെല്ലോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. അങ്ങനെ പൂട്ടേണ്ട അവസ്ഥയിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയ ആളാണ് ഉമ്മർക്ക. അപ്പൊ ഈ കാണുന്നതാണ് അതിന്റെ മെഷീനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കാണുന്ന ചാണകവും ഗോമൂത്രവും അല്ല ഈ ഒരു മെഷീനകത്തോട്ടാക്കി പൗഡർ ആക്കിയിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് നൽകുകയാണ് ഉമ്മർക്ക. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ഉമ്മർക്ക നമുക്ക് പറഞ്ഞു തരും. ഉമ്മർക്ക, ഈ കാണുന്ന ചാണകം കാരണം നിങ്ങൾ ഒരു തവണ ഫാം പൂട്ടാൻ പോയാന്ന് പറയുന്നത് കേട്ടു. തീർച്ചയായിട്ടും. ആ കൂടി എനിക്ക് 10 പശുവും 2-3 കിടാക്കളോ ഉള്ളത്. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അയൽവക്കക്കാർ ഒരു വീടുള്ളൂ. ഞാൻ കൊടുത്ത സ്ഥലമാണേലും അവര് വന്നപ്പോ എനിക്ക് 5-6 പശുക്കളും ഉണ്ട്. ഓക്കെ. ആ പശുക്കളും എല്ലാം കൂടി നിന്ന് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്ത് RDO ഓഫീസിൽ, പിന്നെ കളക്ടർ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ഹെൽത്ത് സെന്റർ, MLA, പിന്നെ മുഖ്യമന്ത്രി എല്ലാം അടുത്തും പേപ്പർ കൊടുത്ത് എന്തോ പരാതി കൊടുത്തു. നമ്മുടെ ഫാമില് വൃത്തിയില്ല, മെനയില്ല, അവർക്ക് കുടിക്കുന്ന വെള്ളത്തിന് ഇതുണ്ട്, ബാക്ടീരിയ ഉണ്ടെന്നും പറഞ്ഞു. ഓക്കെ. അതായത് നമ്മള് കൊടുത്ത സ്ഥലത്ത് വന്ന് താമസിച്ചവര് നമ്മുടെ ഫാമിലെ സ്മെല്ല് കാരണം ബുദ്ധിമുട്ടാണ് പരാതി കൊടുത്തത്. തീർച്ചയായിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ വരുന്ന പൊല്യൂഷൻ കൺട്രോളിന്റെയും പഞ്ചായത്തിന്റെ ആരും വന്നിട്ടും ഇവിടെ ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. അത് തന്നെയല്ല, എനിക്ക് ഓവർഫ്ലോ വന്ന വെള്ളം ഞാൻ 35-40 മീറ്റർ ദൂരമായിട്ട് അടിച്ചിട്ട് എന്റെ പുല്ല് നനയ്ക്കുന്നു. അത് അവർക്ക് പറ്റൂല. ശരി. അപ്പൊ അതിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്ത് ഭൂമിന്റെ അടിയിലേക്ക് പോയിട്ട് കിണറ്റിലേക്ക് വന്ന് വെള്ളം മാലിന്യം വന്നു. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾക്ക് ജീവിക്കണേ എങ്ങനെയാ? അതെ. നമ്മുടെ ഈ കാണുന്ന ചാണകം നിങ്ങൾ വെറുതെ ഇട്ടേക്കുമല്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ശരിക്കും ഈ ചാണകമല്ല എന്ത് ചെയ്യുന്നത്? ഈ ചാണകമെല്ലാം ഞാൻ കയറ്റി വിടാം. എങ്ങോട്ട് കയറി? പൊടിയാ കയറ്റി വിടും. പൊടിയായിട്ട് ഒരു ചാക്കില് 50 കിലോ തന്നെ. ഓക്കെ. അതായത് നമുക്ക് ഈ കാണുന്ന ചാണകം ഇവിടുത്തെ ഒരാഴ്ചത്തെ ചാണകമാണല്ലോ. ഇത് ഒരാഴ്ചത്തെ ചാണകമാണ്. ഈ ചാണകം പഞ്ചത്താളെ കയറി പോകും പൈനാപ്പിളിന് ഇടാൻ. പിന്നെ ഒരാഴ്ചത്തേക്ക് ഇവിടെ ചാണകനോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. സാധാരണ നമുക്കൊരു ഫാമിലൊക്കെ ചാണകത്തിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോഴേ ഈ സ്മെല്ലൊക്കെ വരുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കാണാനില്ല. എല്ലാം ഇവിടെ അതോടെ ആ വരുന്ന ചാണകം താണ്ടി ഇതിനകത്തോട്ട് ഇറക്കി വിട്ട് ഈ ഒരു മെഷീൻ വഴി നിങ്ങൾ പൊടിയാക്കുക. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു മെഷീന്റെ പരിപാടി എങ്ങനെയൊക്കെ ഇത് ഇപ്പൊ ഈ ഒരു കുഴിയിലോട്ടാണ് എല്ലാം വരുന്നത്? അതെ. ഈ കുഴിയിലേക്ക് ഗോമൂത്രം, ഞാൻ ഗോമൂത്രം എന്നാണ് പറയുന്നത്, മൂത്രം, അതേമാതിരിയിൽ കുളിപ്പിക്കുന്ന വെള്ളങ്ങള്, പിന്നെ ചാണകം എല്ലാം ഇതിൽ വരും. ഈ ഒരു കുഴിയിലോട്ട് വരും, കുഴിയിലേക്ക് വരും. ഈ കുഴിയിൽ നിന്ന് നമ്മള് എന്താ പറയാ, ഈ പാടത്ത് ചെളി ചവിട്ടി കൊടുക്കൂലേ വിത്തിടാൻ വേണ്ടി എന്ന മാതിരിയിൽ ഇതിൽ കൊഴുക്കും. ഇപ്പൊ സാറ് കണ്ടോ, അതിൽ കൊഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മോട്ടർ, ഈ പൈപ്പില് 1.5 മോട്ടറാണ് അവിടെ കിടക്കുന്നത്. ആ മോട്ടറിൽ നിന്ന് വലിച്ച് ഇവിടെ ഹീറ്റർ ചെയ്തിട്ട് ഈ ഫിൽറ്ററിൽ വരും. ഈ ഫിൽറ്ററിൽ നിന്നാണ് പിന്നെ ചാണകം പുറത്തേക്കും വരും. ഓവർഫ്ലോ വെള്ളം വീണ്ടും ഇതിനകത്ത് തന്നെ വരും. അതായത് നമുക്ക് ആ വരുന്ന ചാണകം ഗോമൂത്രം അല്ലടെ ഈ ഒരു പൈപ്പ്, ഒരു മോട്ടർ വെച്ചിട്ട് ആ പൈപ്പ് വഴി ഇവിടെ വരും അല്ലേ? അപ്പൊ എന്നിട്ട് അവിടുന്ന് നമ്മള് വെള്ളം തിരിച്ച് അതിനകത്തോട്ട് പോകും. പിന്നെ ആ ചാണകം നമ്മള് പൊടിഞ്ഞ് കാണുന്നത് ഒന്ന് എടുത്ത് കാണിച്ചേക്കാം. നല്ല പൊടി, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. നമ്മള് ചാണകം മാത്രം, അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒറിജിനൽ ചാണകം മാത്രമേ കൊടുക്കുകയുള്ളൂ അല്ലേ? ഓക്കെ. ഇതിപ്പം എത്ര നാളായി ഇത് മെഷീൻ കാര്യം? 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം. അപ്പൊ നമുക്കൊരു വരുമാന മാർഗം ഇത് ഒരു വരുമാന മാർഗമാണ്. ഇതിപ്പോ ഒരു പശു നമ്മൾ മേടിച്ചു കഴിഞ്ഞാല് അതിന്റെ പാല്, മൂത്രം, ഞാന് നഴ്സറി സ്കൂളിലേക്ക് മൂത്രം കൊടുക്കണ്ടല്ലോ. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചെടി അതും ഇതൊക്കെ ഉണ്ടാക്കുന്നിടത്ത് മൂത്രം, ചാണകം, പിന്നെ ഈ പശു എന്താ പോകാനുള്ള
പശുവിൽ നിന്ന് ഏറ്റവും ദിവസമായിട്ട് കിട്ടാവുന്നതെല്ലാം നമ്മൾ എല്ലാം എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് കാരണം എനിക്ക് ഈ ഫോമിൽ നിന്ന് 10 പശു ഉണ്ടെങ്കിൽ ഒരാളുടെ ശമ്പളവും ഞങ്ങളുടെ വീട്ടുചെലവും ഞങ്ങളുടെ കാര്യങ്ങളും എല്ലാം നടന്നു. ഓക്കെ. അതുമല്ല ശാല കടമുണ്ട്, ആ കട ഇങ്ങനെ വീട്ടിൽ കൊണ്ടിരിക്കും. ഓക്കെ. ഇത് നമുക്ക് ഒരു എത്ര കിലോ ആക്കിയിട്ടാ ചാക്ക് കൊടുക്കുന്നത്? ഞാൻ ഒരു 50 കിലോ ആക്കിയിട്ടാ കൊടുക്കുന്നത് ചാക്ക്. 50 കിലോ എന്ന് വെച്ചാൽ 50, 52, 53 വരെ നമ്മുടെ തിരിച്ചാക്ക് പുറത്തുനിന്ന് മേടിച്ചിട്ട് അത് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ കർഷകര് ലോക്കലിലുള്ളവരൊക്കെ വന്നു കഴിയുമ്പോ അത് ചിലവര് 5-10 കിലോ കൂടുതൽ ചിലപ്പോ ഒരു ചാക്കൊക്കെ ഞാൻ കൂടുതൽ കൊടുക്കാറുണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ ഇതാണ്. കർഷകരെ സഹായിക്കുന്ന രീതിയിലുള്ള സഹായിക്കും. അതുപോലെ തന്നെ മേടിച്ചുകൊണ്ട് പോയേക്കുന്നവരെ എന്റെ അടുത്തേക്ക് വന്നത് പുതിയ ആൾക്കാരല്ല വന്നെ. എന്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലടി, അങ്കമാലി, പിന്നെ മലയാറ്റൂര്, പിന്നെ നെട്ടൂര്, കൊച്ചി, അതേമാതിരി വന്ന് വാങ്ങിയിട്ട് വേണം. കാരണം അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ അമ്പലപ്പുഴയിലെ ഉള്ളവര് തെങ്ങിനിടാൻ വേണ്ടിയിട്ടാ, നെട്ടൂരിലുള്ളവര് ചെടികൾക്കും പിന്നെ അവിടെ ജാതിയോ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാ. അതേമാതിരി മലയാറ്റൂര്, അങ്കമാലി അങ്ങോട്ട് പോകണമെന്ന് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മുടെ വാഴക്കൃഷി, പച്ചക്കറി, ഏലത്തിനൊക്കെ ഇടുക്കിന്ന് വിളിച്ച തന്നെ ഞാൻ പറഞ്ഞ അത്രയും ദൂരത്തേക്ക് 400 ചാക്ക് ഒന്നിച്ചോളൂ. അപ്പൊ എനിക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള നമ്മളിവിടെ ഉണ്ടാക്കുക അപ്പൊ തന്നെ ആൾക്കാർ കൊണ്ടുപോകാണല്ലേ. അപ്പൊ എന്തായാലും നമുക്കൊരു ചാണകം കാരണം അയൽവക്കാരെല്ലാം പരാതി കൊടുത്ത അവസാനം നമ്മുടെ ഈ ഒരു ചാണകം തന്നെ നമുക്ക് ഒരു വരുമാനമാക്കി തന്നെ. ഞാൻ അവരെ സ്തുതിക്കുക. അവര് ഉണ്ടായ കാരണം ഞാൻ ഇത് വെച്ചിട്ട് എനിക്ക് ഇത്രയും പൈസ കിട്ടണം, അല്ലെങ്കിൽ ആരെങ്കിലും വാരിക്കൊണ്ട് പോകുന്ന കുറച്ചല്ലായിരുന്നു. കറക്റ്റ്. അവരെന്തായാലും വന്നത് ചേട്ടൻ അനുഗ്രഹമായി. പിന്നെ അവരെ ഞാൻ സ്തുതിക്കപ്പേ. കാരണം എനിക്ക് ആഴ്ചയിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും 10,000, 16,000 രൂപ ആയിട്ടുണ്ട്. പിന്നെ അത് വരുമാനമായി, മൊത്തത്തിലുള്ള മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി. പിന്നെ അവര് എവിടെയൊക്കെ പോയാലും എനിക്ക് പ്രശ്നമല്ല. കാരണം അവർക്കടെ പൈസ കൊണ്ട് ഞാൻ കുറെ കട പോവാം.